ഇത്ര നന്നായിട്ട് സ്നേഹം അഭിനയിക്കാൻ ഇവർക്കൊണ്ടേ പറ്റൂ. എത്ര പെട്ടെന്ന് ഭാവം മാറുന്നു. പാവം ചിപ്പിമോള്. മോളെ, അമ്മ പറയുന്ന കേക്കുന്നില്ലേ മോളെ? എത്ര നേരമായിട്ട് അമ്മ ഭക്ഷണം പിടിച്ചിവിടെ നിൽക്കുന്നു. ഒന്ന് വാതിൽ തുറക്കും മോളെ. മോളെ, അമ്മയുടെ ക്ഷമ പരീക്ഷിക്കല്ലേ. എനിക്ക് ദേഷ്യം വരുവേ, അത് മോക്കറിയാലോ. വാതിൽ തുറക്ക്. മര്യാദയ്ക്ക് വാതിൽ തുറക്കാനല്ലേ പറഞ്ഞത്? ഞാൻ നിന്റെ അമ്മയാ. പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഇത്രയ്ക്ക് അനുസരണ ഇല്ലാത്ത കുട്ടിയാണോ നീ? പാവല്ലേ, പോട്ടേന്ന് കരുതി ഇച്ചിരി സ്നേഹം കാണിക്കുമ്പോ അത് വെച്ച് അമ്മയെ തോപ്പിക്കാന്നാണോ നീ കരുതുന്നേ? നിന്റെ വാതിൽ തുറന്ന് ഭക്ഷണം കഴിക്കാനാ പറഞ്ഞത്. ജനി, വാതിൽ തട്ടിക്കേ. മോളെ ചിപ്പി, വാതില് തുറക്കും മോളെ. അമ്മ ഇവിടെ കാത്തു നിക്ക. മോളെ, വാതില് തുറക്കും മോളെ. അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാ സ്വന്തം കൈകൊണ്ട് ആഹാരം ഉണ്ടാക്കിക്കൊണ്ടെന്നേ അറിയാമോ? മോള് വിളി കേൾക്കുന്നില്ലല്ലോ മാഡം. കേൾക്കുന്നില്ലെങ്കിൽ കേക്കണ്ട. കുറച്ച് താന്നു കൊടുക്കാന്ന് കരുതിയപ്പോ തലേ കയറാൻ നോക്കുന്നു. ഇനിയും തുറക്കാൻ മനസ്സിലെങ്കിലേ നീ തുറക്കണ്ട. അവിടെ കിടന്ന് പട്ടിണിടുന്ന് ചാവ്. മോളെ, നീ വാതിൽ തുറക്കും മോളെ. നീ വിചാരിച്ച എന്നെ തോപ്പിക്കാന്നാണോ? അങ്ങനെ തോക്കാൻ എനിക്ക് മനസ്സില്ല. നീയേ നിന്റെ ഇഷ്ടം പോലെ ചെയ്. മാഡം, ഞാനൊന്നുകൂടെ വിളിച്ചു നോക്കാം. ഞാൻ ഇത്രയും നേരം വിളിച്ചത് നീ കേട്ടില്ലേ? ഇത് പിടിച്ചേ. അല്ല, ഞാൻ ഇത് അവളുടെ ഒരു കളിപ്പാട്ടം. പിടിക്കങ്ങോട്ട്. മാഡം, ചിപ്പി മോളെ, വാതില് തുറക്കും മോളെ. ചിപ്പി, സത്യം പറഞ്ഞ എനിക്കൊരു മാലപ്പടക്കം പൊട്ടിച്ചിത് ആഘോഷിക്കണം. ജീവിതത്തിൽ കയറ്റം മാത്രമല്ലല്ലോ, ഇറക്കം ഉണ്ടല്ലോ. ഈ വീഴ്ച അവരെ മാനസികമായിട്ട് എത്രമാത്രം തകർത്ത് കളയുന്നു പറയാൻ പറ്റില്ല. അതിൽ നിന്ന് കരകയറാൻ അവര് കുറച്ച് സമയമെടുക്കും. എന്റെ ചേച്ചിയല്ലേ ആള്. ഏത് നരകത്തിൽ കൊണ്ടിട്ടാലും അവരവിടുന്ന് ചിരിച്ചോണ്ട് കേറി വരും. അത്രയ്ക്ക് തൊലിക്കട്ടിയുള്ളൊരൈറ്റോ. എന്നാലും ഇത്രയ്ക്ക് പരസ്യമായിട്ടുള്ളൊരു നാണംകടല് നിന്റെ ചേച്ചി അതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് എന്ത് പ്രതീക്ഷിക്കാൻ? മുകളിൽ ആകാശം, താഴെ ഭൂമി. കൈ കിട്ടിയത് മുഴുവൻ ലാഭം. ആരോടും ഒന്നിനും കണക്കു പറയണ്ട. പിന്നെ കൊച്ചിന്റെ കാര്യം, അതിന് എന്ത് സംഭവിച്ചാലും അവർക്കൊരു ചുക്കുമില്ല. അവന്തിക നമ്മുടെ കുടുംബത്തിൽ വന്ന് കയറിയിട്ട് എന്തെല്ലാം ക്രൂരതകളാണ് നമ്മളോട് ചെയ്തത്. നന്ദന്റെ ജീവിതം തകർത്തത് മുതൽ സേതുവേട്ടന്റെ മരണം വരെ എന്തെല്ലാം അവള് കാരണം നമ്മൾ അനുഭവിച്ചു. നെല്ലിശ്ശേരിലെ മുഴുവൻ സ്വത്ത് ഇപ്പൊ അവളുടെ കയ്യിലല്ലേ. അത് അനുഭവിക്കേണ്ടവരാണെങ്കിൽ തെരുവിലും. ദൈവം ദുഷ്ടരെ പന പോലെ വളർത്തുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവന്തിയുടെ കാര്യത്തിൽ നമ്മളത് കണ്ടു. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതവും കൂടുമെന്നല്ലേ പറയാറ്. അവരുടെ ഈ വീഴ്ച നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലുതാ. അതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം വേറൊന്നാ. ദുഷ്ടതകളെ മാത്രം ചിന്തിക്കുന്ന അവൾ ജീവിതത്തിൽ ഒരിക്കലും ആരോടും ഒരു ദയം കാണിച്ചിട്ടില്ല. ചതിയും വഞ്ചനയും മാത്രമാ അവളുടെ കൈമുതല്. എന്നിട്ടും അനാഥാലയത്തിൽ നിന്നുള്ളൊരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താനും മാത്രമുള്ള നന്മ അവളുടെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്നു ശരിക്കും. ഇപ്പൊ ആ കുഞ്ഞിന് വേണ്ടി അവൾ കോമാളി വേഷം വരെ കിട്ടി. ആ കുഞ്ഞിനോട് ഇത്തിരിയെങ്കിലും സ്നേഹമില്ലാതെ അവൾ ഇതൊക്കെ ചെയ്യുവോ? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് നന്മയൊന്നും അല്ല, അതിബുദ്ധിയാ. ഒരു മൈനറിന്റെ പേരില് സ്വത്തുക്കൾ എഴുതി വെച്ചാലേ കോടതിയിലെ കേസ് തോറ്റാലും ആ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ലേ? സ്വത്തുക്കൾ അവരുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകാതിരിക്കാനുള്ള ഒരു വഴി മാത്രം അത്.
കോടതിയിൽ എന്തായാലും കേസ് അവർക്കെതിരായിട്ട് വരുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. അതിനുവേണ്ടി അവരെടുത്തിട്ടുള്ള ഒരു മുൻകരുതലാ ഈ കുട്ടി. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കും. പക്ഷേ അവളുടെ ഇപ്പോഴത്തെ പെരുമാറ്റം വെച്ച് നോക്കിയാ എനിക്ക് അങ്ങോട്ടത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതവരുടെ തന്ത്രം മാത്രം. കുട്ടിയോട് അവർക്ക് സ്നേഹമുണ്ടെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കാനുള്ളത്. ചിപ്പിമോളെ, ചിപ്പിമോളെ, ഇതെവിടെ പോയി? ഓ ഓ, ബാത്റൂമിലായിരിക്കും. ചിപ്പിമോളെ, മോളെ, ചിപ്പിമോളെ, ചിപ്പി, ഇതെവിടെ പോയി? ചിപ്പിമോളെ, 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 ഈ കുട്ടി ഇതെവിടെ പോയി? ചിപ്പി, ചിപ്പിമോളെ. ഈ കൊച്ചിതെവിടെ പോയി? അയ്യോ, ബാഗും പുസ്തകമൊന്നും കാണുന്നില്ലല്ലോ. എന്റെ കർത്താവേ, അയ്യോ, അലക്കി വെച്ചിരുന്ന യൂണിഫോമും ഡ്രസ്സൊന്നും കാണുന്നില്ലല്ലോ. ഈശോയെ. ചിപ്പി.